ഹലോ. അപ്പോൾ എല്ലാവർക്കും എ വിത്ത് ഐഐടിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ ഒരു ഡോക്യുമെൻറ്റിനോട് ചാറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിനോട് ചാറ്റ് ചെയ്യുന്ന രീതിയിലോട്ട്, അല്ലെങ്കിൽ അതിലുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മൾ ചാറ്റ് ജി പി ടിയോട് ചോദിക്കുന്നത് പോലെ ചോദിച്ചിട്ട് മനസ്സിലാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്കൊരു ഡോക്യുമെൻ്റ് ഉണ്ട്. അപ്പോൾ ആ ഡോക്യുമെൻറ്റിനോട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ആ ഡോക്യുമെൻറ്റിന് ഇപ്പോൾ ലെറ്റ്സ് ഒരു കമ്പനിയുടെ റിപ്പോർട്ടാണ്. അപ്പോൾ ആ റിപ്പോർട്ടിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ആ കമ്പനി ഒരു മറുപടി, ആ ഒരു ഡോക്യുമെൻ്റ് ഒരു മറുപടി തരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റം എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിൻ്റെ ബേസിക് ആർക്കിടെക്ചർ എന്താണെന്ന് നോക്കാം. സോ നമുക്കിപ്പം കാണാവുന്ന പോലെ നമ്മളിപ്പം ചാറ്റ് ജി പി ടിയിലും അതുപോലെയുള്ള AI ടൂളുകളിലും നമ്മൾ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ചാറ്റ് ജി പി ടിയോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ചാറ്റ് ജി പി ടി ഒരു ആൻസർ തരും. സോ ഇതാണ് ഒരു കറണ്ട് ഫ്രെയിം വർക്ക്. സോ ലെറ്റ്സ് സേ നമ്മൾക്ക് ചോദിക്കേണ്ടത് നമ്മുടെ ഒരു ഡോക്യുമെന്റിനെ വെച്ചിട്ടാണ്. ഇപ്പം നമ്മുടെ ഒരു ഡോക്യുമെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചാറ്റ് ജി പി ടി പോലെ സിസ്റ്റം തരേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നോർമലായിട്ട് ആ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. പക്ഷെ അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെ കാണിക്കുന്നത് പോലെ ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ ഡോക്യുമെന്റ് കൊടുത്തിട്ട് നമ്മൾ അതിനോട് ക്വസ്റ്റ്യൻ ചോദിക്കണം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും, അത് അതിനെ ബേസ് ചെയ്തിട്ട് അതിന് ആൻസർ തരും. എന്നാൽ ഇതിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ ലിമിറ്റേഷൻസ് എന്താണുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ബഞ്ച് ഓഫ് ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. അപ്പം നമ്മളെ കയ്യിൽ ഒരുപാട് കാലത്തെ പാറ്റന്റ് അല്ലെങ്കിൽ ഒരുപാട് ബുക്സ്, ഇപ്പം നമുക്ക് മാത്രം, ഇപ്പോൾ ചാറ്റ് ജി പി ടി ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല അല്ലാത്ത ഒരു കമ്പനിക്ക് മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ബുക്സ് അല്ലെങ്കിൽ മാനുവൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിനോട് നമുക്ക് ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനൊരിക്കലും ജി പി ടിക്ക് സാധിക്കില്ല. കാരണം നമുക്ക് ഒരുമിച്ച് ഈ എല്ലാ ഡോക്യുമെന്റ്സും കൂടി അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. അത് ചാറ്റ് ജി പി ടിന് ടോക്കൺ ലിമിറ്റ് എന്ന് പറയും. അതായത് ഒരു ചാറ്റ് ജി പി ടിക്ക് അറ്റ് എ ടൈം എടുക്കാൻ പറ്റുന്ന വേർഡ്സിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ലിമിറ്റ് ഹിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ചില ഇഷ്യൂസ് ഉണ്ട്. അത് മാത്രമല്ല, ഇത്രയും സാധനങ്ങൾ എല്ലാ സമയവും നമ്മളിപ്പം ചാറ്റ് ജി പി ടിക്ക് ആ ടോക്കൺ ലിമിറ്റ് ഇല്ല എന്ന് വിചാരിക്കാം. അങ്ങനെ ഇല്ല എന്ന് വിചാരിച്ചാൽ പോലും ഓരോ സമയവും ഇതിങ്ങനെ പ്രോസസ്സ് ചെയ്യാൻ ശ്രമിക്കുമ്പം ഇതിന് ഒരുപാട് സമയം പോകും. അത് മാത്രമല്ല, ഈ എല്ലാം കമ്പ്യൂട്ടറിന് ഒരിക്കലും ഒരു ടെക്സ്റ്റ് നേരെ എടുക്കാൻ കഴിയില്ല. കമ്പ്യൂട്ടർ എപ്പോഴും നമ്പേഴ്സ് മാത്രമേ ഇൻപുട്ട് എടുക്കുള്ളൂ. നമ്മൾ ഈ ടെക്സ്റ്റ് ഒരു ന്യൂമറിക് ഫോർമാറ്റ്, എംബഡിങ് എന്ന് പറയും, ഓരോ വേർഡിനെയും എംബഡിങ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം അത് കമ്പ്യൂട്ടറിലോട്ട് പാസ് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ പാസ് ചെയ്യുന്നത് കാരണം ഇപ്പം നമ്മളൊരു ബഞ്ച് ഓഫ് ബുക്സ് അല്ലെങ്കിൽ ബഞ്ച് ഓഫ് ഡോക്യുമെന്റ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സമയവും ഇതിനെ ഈ വേർഡ്സിനെ ന്യൂമറിക് റെപ്രസെൻറ്റേഷൻ ആക്കിയിട്ട് വേണം കമ്പ്യൂട്ടറിലോട്ട് ഫീഡ് ചെയ്യാൻ അല്ലെങ്കിൽ കമ്പ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ ഇത്തരം ലിമിറ്റേഷൻസ് ഉള്ളത് കാരണം നമ്മൾ ഓരോ തവണയും ഇത് അപ്ലോഡ് ചെയ്ത് ചോദിക്കുക എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷനലി കോസ്റ്റ്ലിയാണ്, അതുപോലെ തന്നെ ടൈം കോസ്റ്റ്ലിയാണ്. അത് മാത്രമല്ല, നമുക്ക് ഒരുപാട് ഡോക്യുമെന്റ്സ് ഉണ്ടാവും. ഈ ഒരുപാട് ഡോക്യുമെന്റ്സ് ഉള്ള സിറ്റുവേഷനിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഡോക്യുമെന്റിലായിരിക്കും നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് ഉണ്ടാകുന്നത്. നമ്മൾ എല്ലാ ഡോക്യുമെന്റ്സും കൂടെ കൊടുത്തിട്ട് ഇതിനെക്കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നോയ്സ് കിട്ടും. അപ്പം ഒരു കാര്യത്തിൽ ഒരു ഡാറ്റ പറയുന്നുണ്ടാവും, വേറൊരു ഡോക്യുമെന്റ് വേറൊരു ഡാറ്റ പറയുന്നുണ്ടാവും. അപ്പോൾ ജി പി ടി അല്ലെങ്കിൽ ചാറ്റ് ജി പി ടി നോക്കുമ്പോൾ അല്ലെങ്കിൽ AI നോക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ പല ഡീറ്റെയിൽസ് ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പം ഇതിന് ഭയങ്കര നോയ്സ് വരുന്നത് കാരണം ഫൈനൽ ആൻസർ തെറ്റാൻ ചാൻസ് ഉണ്ട്. സോ ഇതിനെല്ലാം മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിട്രീവൽ ഓഗ്മെന്റഡ് ജനറേഷൻ എന്ന് പറയുന്ന റാഗ് ഫ്രെയിം വർക്ക് ഉള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റാഗ് ഫ്രെയിം വർക്കിന്റെ ആർക്കിടെക്ചർ എന്ന് നോക്കാം. സോ റാഗ് ഫ്രെയിം വർക്ക് വരുന്നത് ഇപ്പം ഞാൻ ഇവിടെ കാണിച്ചതുപോലെ ഒരു നമ്മുടെ കയ്യിലൊരു ബഞ്ച് ഓഫ് ബുക്സ് അല്ലെങ്കിൽ ബഞ്ച് ഓഫ് ഡോക്യുമെന്റ്സ് എന്ന് വിചാരിക്കാം. ഇതിൽ നിന്ന് ഇതിനെ ഇൻപുട്ടാക്കി കൊടുത്തിട്ട് ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ AI ഫ്രെയിം വർക്ക് കൂടെ വെച്ചിട്ടുള്ള ഇതിനിടയിൽ നമ്മൾ ഫ്രെയിം വർക്ക് വെക്കും. അതാണ് ഈ റാഗ് ഫ്രെയിം വർക്ക്. അപ്പോൾ ഈ റാഗ് ഫ്രെയിം വർക്കിന്റെ വർക്ക്സ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരും, ഈ ഒരു ബഞ്ച് ഓഫ് ഡോക്യുമെന്റ്സ് ഉണ്ടാവും. ഈ ബഞ്ച് ഓഫ് ഡോക്യുമെന്റ്സിൽ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, സെർച്ച് ചെയ്യും. അതിനൊരു ഈ റാഗ് ഫ്രെയിം വർക്ക് വെച്ചിട്ട് നമ്മൾ സെർച്ച് ചെയ്യും. അപ്പം സെർച്ച് ചെയ്തിട്ട് അതിന് റെലവെന്റ് ആയ ഭാഗങ്ങൾ മാത്രം, ആ ക്വസ്റ്റ്യനോട് റെലവെന്റ് ആയ ഭാഗങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ചാറ്റ് ജി പി ടിക്ക് അല്ലെങ്കിൽ AIക്ക് കൊടുക്കുള്ളൂ. അപ്പം നമുക്കിത് എങ്ങനെയാണ് നോക്കാം. ഒരു ഡോക്യുമെന്റ് എടുക്കും. ഈ ഒരു ഡോക്യുമെന്റ് എടുത്തതിന് ശേഷം, അതായത് നമ്മൾ ഫസ്റ്റ് ഫ്രെയിം വർക്കിൽ ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ എല്ലാ ഡോക്യുമെന്റുകളും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ചെറിയ ചെറിയ പീസുകളാക്കും. അതായത് കമ്പ്യൂട്ടറിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ടുള്ള ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റും. അതിനാണ് ചങ്ക്സ് എന്ന് പറയുക. ഓരോരോ ചങ്കുകളാക്കി നമ്മൾ ഇതിനെ മാറ്റും. ഇങ്ങനെ ഓരോന്നിനെയും ഒരു ഡോക്യുമെന്റിനെ എല്ലാ ഡോക്യുമെന്റിനെയും ഇൻഡെക്സ് ചെയ്ത് ചങ്ക് ചെയ്ത് മാറ്റിയ ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ എംബഡിങ് മോഡലിലോട്ട് പാസ് ചെയ്യും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കമ്പ്യൂട്ടറിന് ഒരിക്കലും ഒരു ടെക്സ്റ്റ് നേരെ എടുത്തിട്ട് പ്രോസസ്സ് ചെയ്യാൻ കഴിയില്ല. കമ്പ്യൂട്ടറിനെല്ലാം നമ്പേഴ്സാണ്. അതന്നെ നമ്മുടെ നോർമൽ 1 to 10 നമ്പേഴ്സ് അല്ല, എല്ലാം ബൈനറി നമ്പേഴ്സാണ്, 0 1 ആണ്. അപ്പം നമ്മൾ ആദ്യം വേർഡ്സിനെ
നമുക്ക് മനസ്സിലാകുന്ന രീതിക്കുള്ള ന്യൂമറിക് റെപ്രസെൻറ്റേഷൻക്ക് മാറ്റും. എന്നിട്ട് കമ്പ്യൂട്ടർ അതിന് അത് പ്രോസസ്സ് ചെയ്യുന്ന സമയം ബൈനറി റെപ്രസെൻറ്റേഷൻക്ക് മാറ്റുകയാണ് ചെയ്യുക. പക്ഷേ AI-ക്ക് അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ AI-ക്ക് നമ്പർ തന്നെ വേണം. അപ്പോൾ AI നമ്പർ എടുക്കും, എന്നിട്ട് അത് പ്രോസസ്സ് ചെയ്യാൻ കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കുമ്പോൾ ബൈനറി റെപ്രസെൻറ്റേഷനാക്കി മാറ്റും. അപ്പോൾ ഈ എംബഡിങ് മോഡൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ടെക്സ്റ്റൽ റെപ്രസെൻറ്റേഷനെ മുഴുവൻ എടുത്തിട്ട് എന്ത് ചെയ്യും, ഒരു ന്യൂമറിക് റെപ്രസെൻറ്റേഷൻ ആക്കും. അപ്പോൾ ഈ ഓരോ ചെറിയ ചെറിയ പീസുകൾ നമ്മൾ എടുത്തതിനെയും ഇത് പിടിച്ചിട്ട് ന്യൂമറിക് റെപ്രസെൻറ്റേഷൻ ആക്കി മാറ്റും. ഒരു ലെങ്ത് മേ ബി ഒരു 700 നമ്പറുകൾ കൊണ്ട് ഒരു ചെറിയ ചങ്കിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. അതാണ് എംബഡിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ആ ഒരു ലെങ്ത്തിൽ എന്ത് ചെയ്യും, നമ്മൾ ഓരോ ചങ്കിനെയും നമ്മൾ എന്ത് ചെയ്യും, ഒരു ന്യൂമറിക് റെപ്രസെൻറ്റേഷൻ ആക്കി മാറ്റും. ഇങ്ങനെ മാറ്റിയ ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഒരു വെക്റ്റർ സ്റ്റോർ എന്ന് പറയും. ഈ മാറ്റിയ ഓരോ എംബഡിങ് അല്ലെങ്കിൽ ഒരു ന്യൂമറിക്കൽ ഒരു 700 നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് ഒരു ചങ്ക് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വെക്റ്റർ എന്നാണ് പറയുക. ഈ എല്ലാ വെക്റ്ററിനെയും നമ്മൾ എന്ത് ചെയ്യും, ഒരു വെക്റ്റർ സ്റ്റോറിൽ സ്റ്റോർ ചെയ്യും. അപ്പം ഈ വെക്റ്റർ സ്റ്റോറിൽ ഇത് ഇൻഡെക്സ് ചെയ്ത് പ്രോപ്പറായിട്ട് ഇത് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ ഇതുവരെയുള്ള എല്ലാ ഡോക്യുമെൻറ്റുകളും ചങ്ക് ചെയ്ത് ന്യൂമറിക് റെപ്രസെൻറ്റേഷൻ ആക്കി മാറ്റി റെഡിയാക്കി വെച്ചു. ഇനി ഓരോ തവണയും ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഒരു ഡോക്യുമെൻ്റ് കൊടുത്ത് നേരെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണെങ്കിൽ അതിനെ നമ്പറാക്കി മാറ്റി പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കണം. ഇപ്പോൾ നമ്പറാക്കി മാറ്റുന്ന പരിപാടി എല്ലാം കഴിഞ്ഞ് റെഡിയാക്കി വെച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനി നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റ്സിനെല്ലാം ഒരു വെക്റ്റർ സ്റ്റോറിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട് ന്യൂമറിക്കലായിട്ട്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ വരികയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ ക്വസ്റ്റ്യനെ നമ്മൾ എന്ത് ചെയ്യും, അതേ എംബഡിങ് മോഡൽ ഉപയോഗിച്ചിട്ട് ഒരു ന്യൂമറിക് റെപ്രസെൻറ്റേഷൻ ആകും. കാരണം ക്വസ്റ്റ്യന് വരുന്നത് ഒരു ടെക്സ്റ്റ് ആയിട്ടാണ്. ഈ ടെക്സ്റ്റിൽ വരുന്ന ക്വസ്റ്റ്യനെ ന്യൂമറിക് റെപ്രസെൻറ്റേഷൻ ആക്കി മാറ്റിയിട്ട് ഈ ന്യൂമറിക് റെപ്രസെൻറ്റേഷനോട് സിമിലർ ആയിട്ടുള്ള ഏത് ഭാഗങ്ങളൊക്കെയാണോ ഈ വെക്റ്റർ സ്റ്റോറിലുള്ളത് അത് മാത്രം നമ്മൾ റിട്രീവ് ചെയ്യും. ഇതിന് റിട്രീവൽ എന്നാണ് ഈ പ്രോസസ്സിന് പറയുക. അപ്പം ഒരു ടെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യനെ ന്യൂമറിക് എംബഡിങ് മോഡൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, ന്യൂമറിക് റെപ്രസെൻറ്റേഷൻ ആക്കി മാറ്റും. ഈ ന്യൂമറിക് റെപ്രസെൻറ്റേഷനോട് ഏറ്റവും സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നതായിട്ടുള്ള ചങ്കുകൾ ആണ് നമ്മൾ എന്ത് ചെയ്യുക, റിട്രീവ് ചെയ്യാം. അപ്പോൾ ഈ ചങ്കുകൾ നമ്മൾ ഇതുപോലെ ഈ വെക്റ്റർ സ്റ്റോറിൽ നിന്ന് റിട്രീവ് ചെയ്യും. ഇതിനെ റിട്രീവ് ചെയ്ത ശേഷം നമ്മുടെ ഈ ചങ്കുകളും ഈ ക്വസ്റ്റ്യനും കൂടെ നമ്മൾ എന്ത് ചെയ്യും, GPT-ക്ക് കൊടുക്കും. അപ്പോൾ GPT ഇനി കംപ്ലീറ്റ് എല്ലാ ഡോക്യുമെൻറ്റിലും നോക്കേണ്ട ആവശ്യമില്ല. ഈ ചങ്കുകൾ നമ്മൾ പറയുകയാണ്, ഇതാണ് ക്വസ്റ്റ്യൻ, ഇതാണ് അതിന് റെലവൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റിലെ ഭാഗങ്ങൾ, ഇത് നോക്കിയിട്ട് ഈ ബേസ്ഡ് ഓൺ ദിസ് ഒരു ആൻസർ തരാൻ പറയും. സോ അപ്പോൾ എന്ത് ചെയ്യും, GPT-ക്ക് കുറച്ചുകൂടി അക്യുറേറ്റ് ആയിട്ട്, ഇപ്പോൾ നോയ്സ് ഇല്ല, അതായത് വളരെ റെലവൻ്റ് ആയ ചങ്കുകൾ മാത്രം ഉള്ളതുകൊണ്ട് നോയ്സ് ഉണ്ടാവില്ല. നമ്മൾ നേരത്തെ എല്ലാം കമ്പ്യൂട്ട് ചെയ്ത് വെച്ചത് കൊണ്ട് എന്തായി, സമയം ലാഭമായി, അതുപോലെ കമ്പ്യൂട്ടേഷനും ലാഭമായി. പിന്നെ ഒരേ സമയം ഒരുപാട് എണ്ണം റൺ ചെയ്യേണ്ട, കുറച്ച് ടെക്സ്റ്റുകൾ മാത്രം റൺ ചെയ്താൽ മതി ഉള്ളതുകൊണ്ട് GPT-ൻ്റെ ടോക്കൺ കോസ്റ്റും കുറഞ്ഞു. കാരണം GPT-ക്ക് നമ്മൾ എത്ര വാക്കുകളാണോ പ്രോസസ്സ് ചെയ്യാൻ കൊടുക്കുന്നത് അതിനനുസരിച്ചാണ് ChatGPT അല്ലെങ്കിൽ AI എന്ത് ചെയ്യുക, നമുക്ക് കമ്പ്യൂട്ടേഷൻ കോസ്റ്റ് തരിക. സോ ഇങ്ങനെ ആൻസർ തരുന്ന ഈ ഒരു സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഈ ഒരു ആർക്കിടെക്ചറിന് പറയുന്ന പേരാണ് റിട്രീവൽ ഓഗ്മെന്റഡ് ജനറേഷൻ അഥവാ RAG. ഇനി ഇത് എങ്ങനെ ഒരു കോഡായിട്ട് ചെയ്യാം എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക് യു.